സിനിമ മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിയും. ഹായ് ഓൾ, സ്കോക്ക്. ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല. ഇതെന്റെ ആൻഡ്രോയിഡ് ഫോണാണ്. ഇൻ ബിറ്റ്വീൻ എന്റെ ഐഫോൺ കളഞ്ഞു. അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും ചെയ്യുന്ന പറയുന്ന എന്റെ ഫ്രണ്ടേണിറ്റി തരത്തിലുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ ബോധ്യത്തരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇതുപോലത്തെ ഫാൻസിനെ അടിപൊളി 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 അടിപൊളി. അവൻ്റെ ആ ഒരു ഇപ്പം അശ്വൻ കോക്കിൻ്റെയും പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ്റെയും വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നത്. അറിയാലോ, മാധവ് സുരേഷിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പടത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പം ന്യൂസിൽ പറഞ്ഞു കാണുമല്ലോ. അത് മിന്നായ പോലെ ആൾക്കാർ കേട്ടിട്ടുള്ളൂ. ഞാൻ അവൻ്റെ പടം അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ അത്ര എനിക്ക് താല്പര്യമുള്ളായിരുന്നു തുറന്ന് പറയാമല്ലോ. കാരണം അവൻ കാണിച്ചു വെക്കുന്നത് എന്താണെന്ന് പറയുന്നില്ല. പിന്നെ അവൻ്റെ കഴിവുകൊണ്ട് അവൻ വരട്ടെ. പിന്നെ അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കര കഴിവാണോ? നമുക്ക് കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവൻ്റെ ഈ ഡയലോഗ് അട്ടി എൻ്റെ പൊന്നോ, എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്തെങ്കിലും അന്തസ്സുണ്ടെന്ന് പറയാം. ഇതൊരു വണ്ണാങ്കട്ടം ചെയ്ത് വെക്കാതിരുന്നിട്ട് ഇമാതിരി കോണ അടിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല എൻ്റെ പൊന്നും മോനെ. പിന്നെ അതുപോലെ തന്നെ അശ്വൻ കോക്കിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില സമയത്ത് ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം നമ്മുടെ വീഡിയോയിലെല്ലാം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ ബ്രോമൻസ് പോലത്തുള്ള പടം ഇഷ്ടം. പിന്നെ വേറെ കുറേ പടങ്ങളുണ്ടായിരുന്നു. നല്ല പടങ്ങളെല്ലാം നെഗറ്റീവ് അടിപ്പിക്കുന്ന രീതിയിൽ പുള്ളിയുടെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ യൂത്ത് ആയിട്ടുള്ള ഈ പറയുന്ന ബസ്സിൽ ഈ പറയുന്ന അർജുൻ അശോകൻ ഇവരെ പോലുള്ളവർക്കൊക്കെ ഇവൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇതാണ്. ഇവരുടെ പടങ്ങളൊക്കെ അറിഞ്ഞാൽ ഏത് കൂറപ്പടമാണെങ്കിലും ഇവൻ നല്ല പോസിറ്റീവ് റിവ്യൂ പറയും. ഓക്കെ, അല്ലാത്ത പടങ്ങളൊക്കെ അണ്ണനെ നെഗറ്റീവ് പറയലാണ് അണ്ണൻ്റെ സ്ഥിരം പരിപാടി. ഓക്കെ, എന്തായാലും ഇന്നലെ മാധവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ന്യൂസിൽ വന്നിട്ട് കുറച്ച് പരാതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റിവ്യൂസ് കാരണമാണ് അവൻ്റെ പടം പോയെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. മോനെ എന്തെങ്കിലുമൊക്കെ പടം വേണം, നല്ല രീതിയിൽ ചെയ്യണം, അപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. നല്ലൊരു പടം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ആൾക്കാർ ഏറ്റെടുക്കും. അതും കൂടെ മനസ്സിലാക്കും. ഊക്കി അശ്വൻ കോക്കൊക്കെ നല്ല രീതിയിൽ ഊക്കി വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. 1 ലക്ഷം രൂപ ഒരാളെ കൊടുത്താൽ പോലും ഇവൻ്റെ പടം ആരും കാണത്തില്ലെന്നാണ് അശ്വൻ കോക്ക് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കാണാം. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം അതെ 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 പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത് ആസ് എ ക്രിമിനൽ ഒഫൻസ്. സ്വന്തം കാശ് ഇറക്കി ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. Only good individuals will. ആക്ച്വലി ഇവൻ്റെ പടം ഇവിടെ റിലീസ് ചെയ്ത് എനിക്ക് തോന്നുന്നു എറണാകുളം ലുലു മാൾ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം ഓടുന്ന പടമായിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഏത് മാളുകാരെടുത്ത് നിന്റെ പടം അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ചെക്കൻ്റെ സംസാരവും രീതിയും ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ്. സത്യം പറയാലോ, സുരേഷ് ഗോപിയുടെ മോനല്ലേ ഇപ്പം ഇച്ചിരി ഗൗരവത്തോടെ സംസാരിച്ചാലൊക്കെ ജനങ്ങൾ ഓക്കെ അച്ഛൻ്റെ പ്രൗഢിയും അച്ഛൻ്റെ രീതിയൊക്കെ നോക്കാനാണ് പുള്ളി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ ഇവരെക്കാളും ടാലൻ്റ് ഉണ്ട് മൂത്ത് ചേട്ടന്. ഇപ്പം പിന്നെ വേറെ രീതിയിൽ അങ്ങ് മനുഷ്യനെ വെറും ഉണ്ണാക്കരാക്കുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റിനെയൊക്കെ പുള്ളി ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൂപ്പിയാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഓക്കെ, എന്തായാലും അശ്വൻ കോക്ക് ഇവൻ്റെ മൂവിയിൽ മോശമായിട്ടുള്ള റിവ്യൂ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ട് എൻ്റെ പോലെ കത്തി ആ ഒരു ഒറ്റ വീഡിയോയിൽ ചെക്കൻ ഭസ്മമായെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ വന്നതറിയില്ല. ടയർ കിട്ട കുറച്ച് പിള്ളേർ, ചെറിയ പിള്ളേർ. അവര് റോ മൊത്തം ഇരുന്നിട്ട് അവരെ അർമാദിച്ചു. പണ്ട് സന്തോഷ് പണ്ടിന്റെ പടം കാണാൻ വന്നില്ലേ, അതുപോലെ അവര് പ്ലാൻഡ് ആയിട്ട് ഇത് മാധവ് സുരേഷിന്റെ സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് ാണെന്നുള്ളൊരു സാധനം എക്സ്പെക്ട് ചെയ്ത് വന്ന് ആ എക്സ്പെക്ടേഷൻസ് കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്ത് ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് ഓൾസോ സോ ഹാപ്പി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മലങ്കൽട്ട് സാധനം. അപ്പൊ ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് തമാശയുള്ള ക്രിപ്റ്റലാണ്, ഫുൾ വയലൻസ് ആണ്. ഇത് സർട്ടിഫിക്കേഷൻ ഇതാണ്. എന്നിട്ട് സ്റ്റിൽ ഒരു ഫാമിലി എന്തോ വഴിതെറ്റി കയറി വന്ന ചെറിയ പിള്ളേരെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെക്കാരന് കടത്തിവിട്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് കുറെ പരിപാടികളുണ്ട്. ഈ സ്ലാഷർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലില്ലെന്ന് തോന്നില്ല. കാരണം മൈദ ഒപ്പിച്ചിട്ട് പുറത്തേക്ക് വരികയും പോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക. അതിന്റെ മുകളിൽ കുറച്ച് ബ്ലഡ് ആക്കിയ പോലെ ഫീൽ ചെയ്യുക. ഓക്കെ, ഇതാണ് അവൻ റിവ്യൂ പറഞ്ഞത്. ഇതിനേക്കാളും മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വെക്കുന്നില്ല. ഓക്കെ, അതായത് കുറേ പിള്ളേരൊക്കെ വന്നിട്ട് ഇവനെ വേണ്ടി കൂവാൻ വേണ്ടി മാത്രം വന്നതായിട്ടുള്ള രീതിയില്ല. ഓക്കെ, അപ്പോൾ ഇവൻ അത് വന്നിട്ടാണ് ഈ പറയുന്ന പ്രസ് മീറ്റിലൊക്കെ വന്നിട്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പടം അങ്ങനെയാണ്. സത്യത്തിൽ പടം നല്ലതാണോ? ഓക്കെ, ഞാനൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. അശ്വന്ത് ഇന്നലെ വന്നിട്ട് വെള്ളം അടിച്ചിട്ടൊന്ന് തുടങ്ങി. അവൻ്റെ ആ ഒരു സംസാരം ഒന്ന് കാണണം. ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല. ഇതെന്റെ ആൻഡ്രോയിഡ് ഫോണാണ്. ഇൻ ബിറ്റ്വീൻ എന്റെ
ഐഫോൺ കളഞ്ഞു പോയിരുന്നു ട്രെയിനിൽ. അത് എനിക്ക് തിരിച്ചു കിട്ടി. അതിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി മൈ ബ്രോ സീരിയസ്ലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് ഐ ഗോട്ട് ബാക്ക് മൈ ഫോൺ. ഇനി വിഷയത്തിലേക്ക് വരാം. കുറേ നാളുകളായിട്ട് കുറെ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാണ് പറയുന്നത്. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. വാട്ട് ദ ഫക്ക്? ഞാൻ കാശ് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്താ? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി എടുത്ത് കൊടുക്കുകയാണോ? എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണം? അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിന് പ്രൂഫ് കാണുമല്ലോ. എനിക്ക് ഒറ്റ ബാങ്ക് കൊണ്ടുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പേരാമ്പ്ര ADB. അന്വേഷിച്ചോ മാനേജർ എന്റെ സുഹൃത്തോ? നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാന കാശ് വാങ്ങിച്ചെന്ന്? ഞാൻ നോർമലി ഇതിനൊന്നും പ്രതികരിക്കുന്ന ആളല്ല. പക്ഷെ ഇന്ന് പ്രതികരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ, ഈ ന്യൂസ് 18 എന്റെ കൈയും കണ്ടുപിടിക്കുന്ന ചാനലാണ്. ഒരു ചർച്ചയിലിരിക്കാൻ വേണ്ടിയിട്ട് റിലയൻസ് ചാനലാണ്, അംബാനിയുടെ ചാനലാണ്, സ്റ്റിൽ ദാരിദ്ര്യം പിടിച്ച ചാനലാണ്, ഇത്രയും ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. എന്നെ പലവട്ടം വിളിച്ചിട്ട്, എന്നെ പുഷ്പയുടെ സമയത്താണ് തോന്നുന്നത്, ന്യൂസ് 18 തോന്നുന്നത്, ഇവിടെ വന്നിട്ട് എന്റെ ഫ്ലാറ്റിന്റെ പുറത്ത് വന്നിട്ട് ഇറന്ന് വന്ന് എന്റെ വീഡിയോ എടുത്ത് പോയ ആൾക്കാരാണ് ന്യൂസ് 18. അല്ല, അത് കുഴപ്പമില്ല, അത് അവരുടെ ജോലി, അവര് ചെയ്യുന്നു, ഞാനതിന് വഴങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് അട്ടഹാസം, അട്ടഹാസം, അന്തെന്നല്ല, എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിന്റെ മോനാണ് മേധർ സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, അതിലൊരു പ്രൊഡ്യൂസർ അമേരിക്കനാണ്, മത്തായി എന്ന് പറഞ്ഞിട്ട്, അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അയാളെ മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, പടത്തിന് നല്ല റീച്ച് ആയിട്ടുണ്ട് കേട്ടോ, പേര് നല്ല രീതി വൈറലായിട്ടുണ്ട്. ഉള്ളവരും പറയാമല്ലോ, എല്ലായിടത്തും കിടന്ന് ഓടുന്നുമുണ്ട്. ഓടുന്നതെന്ന് വെച്ചാൽ എന്താ, പേര് മാത്രമേ ഓടുന്നുള്ളൂ, പക്ഷേ പടം കാണാൻ പോകുന്നില്ല. കാരണം ഈ അശ്വന്ത് കോക്കിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, 1 ലക്ഷം രൂപ കൊണ്ടുപോയി നിന്റെയൊക്കെ കയ്യിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ കൈ വെച്ച് കൊടുത്താലും അവർ പോലും ഈ ഒരു മൂവി അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് വൃത്തിയായിട്ട മൂവിയാണെന്നാണ് അശ്വന്ത് പറയുന്നത്. എന്തായാലും കുറച്ചും കൂടെ ഞാൻ വെക്കാം. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുന്നത് മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം രൂപയോ നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണില്ല. അത്രയും തീട്ടപ്പടം ഓൺ റെക്കോർഡും പറയാ. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരനറിയാം. എന്നിട്ട് പറയുവാണേ, ഈ മാനിരുന്ന് പറയുവാണ് 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ ഐ ഹാവ് ഓൾറെഡി ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ്, ഹൈക്കോടതി അഡ്വക്കേറ്റ്, എന്റെ അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ, മൈ പേഴ്സണൽ ബ്രോ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൂവ് ഓൺ ചെയ്യാണ്, കേസ് ഫയൽ ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ മയൽഡാരല്ല, ഞാനൊന്ന് ഹൈ കൊടുത്തോ, തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നത്. എന്റെ ഏത് ആൾക്കാരാടാ പണ്ടിക്കരുമാറെ? എന്റെ ഏത് ആൾക്കാരെ? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. എന്റെ ഏത് ആൾക്കാരെ? പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതടി പൈസ വാങ്ങിച്ച്, സൈൽ ആനന്ദോട് പൈസ വാങ്ങിച്ച്, സൈൽ ആനന്ദോട് എനിക്കറിയാം, ആനന്ദോട് എന്നെ അറിയാം. എടോ ഞാൻ എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. അത്രയും പൈസ വാങ്ങിച്ചിട്ട് എന്ത് കാണിക്കാനാ ദരിദ്രവാസികളെ തോന്നുന്നതാ. ബ്രോമൻസ് എന്ന് പറഞ്ഞ പടം ഭയങ്കര പോറ് പടമായിരുന്നു. അതുവരെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ അതൊക്കെ പറയണം. അശ്വന്തിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യം ന്യായമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൂറ പടത്തിന് വേണ്ടി ഇവൻ അച്ഛന്റെ പിടിപാടി വന്നിട്ട് അവിടെ നിന്ന് പ്രസ് മീറ്റിൽ വല്ല ഡയലോഗ് അടിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഈ മാധവ് കാണിച്ച് ബോർ പരിപാടിയാണ്. പക്ഷെ ബ്രോമൻസ് മൂവി ഭയങ്കര ബോർ മൂവിയായിരുന്നു. ചില നടന്മാർക്ക് ഈ പറയുന്ന ഈ ബേസിൽ പോലുള്ള ആൾക്കാരൊക്കെ യൂത്തന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ അശ്വന്ത് നല്ല രീതി ട്രൈ ചെയ്യുന്നുള്ള കഥയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം.
നല്ല രീതി അറിയാം. യൂത്തും വരെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇപ്പോഴും മോഹൻലാൽ മമ്മൂട്ടി എന്ന് ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. ഇപ്പം ഈ യൂത്ത് ആയിട്ടുള്ളവന്മാർക്കൊന്നും ഇപ്പോഴും ഒരു നിലയിലെത്താൻ പറ്റിയിട്ടില്ല. മോഹൻലാലൊക്കെ പുള്ളിയുടെ 24-25 വയസ്സ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇവിടേക്ക് ഇപ്പോഴും എന്താ പറയട്ടെ, ആ പദവിയിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട്. അത് ഇവരെ പോലുള്ളവരൊക്കെ റിവ്യൂ ചെയ്തിട്ടാണ് ഇപ്പം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, എന്തായാലും ചേട്ടാ പറ. ഡോളർ സെന്റിന് പോസ്റ്റ് ആൾക്കാരെ തോന്നുന്നു. അവർക്ക് അവരെ ബൈക്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ 100 രൂപ പെട്രോൾ അടിക്കണമെങ്കിൽ 3-4 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറെ സെന്റ് വിട്ട് $1. $1 എന്ന് പറഞ്ഞാൽ 95 റുപ്പീസ് ആണ്. INR മനസ്സിലായോ? ഇന്ത്യൻ റുപ്പീസ് INR. USD to INR, US ഡോളർ. എടാ നിനക്ക് പെട്രോൾ അടിക്കുന്ന ദരിദ്രവാസി പട്ടികളെ നിനക്ക് ഡോളർ അടിക്കാൻ എനിക്ക് പോസ്റ്റ് ഇട്ട് നിനക്ക് അത് ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നിങ്ങൾ അത് ചെയ്യണം. പക്ഷേ ഈ അന്തമട്ടഹാസം അംഗമട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ ചാലഞ്ചിങ് യു, ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് എടാ താടി വെച്ച അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ് കാണിച്ചു പറയടാ. പുള്ളി അടിച്ച് പൂസായിട്ട് വന്നിട്ട് സംസാരിക്കുന്ന, അടിച്ച് കിണ്ടിയായിട്ട്. ഓക്കെ, ഞാൻ എനിക്ക് കൂടുതലൊന്നും വെക്കുന്നില്ല. പക്ഷെ പുള്ളി ദാനിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. കാരണം ഏതൊക്കെ പടം ഇറങ്ങിയാലും അതിന്റെ നെഗറ്റീവ് പറയുന്നതാണ്. പക്ഷെ ദാനും പുള്ളിയായിട്ടൊരു ബോണ്ട് ഉണ്ട്. അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ വെക്കാം. അടിപൊളി. പിന്നല്ല, പുള്ളി എന്തൊക്കെയാണെങ്കിലും ഒരു പ്രത്യേക ഫാൻബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം, ഇറങ്ങിയ 20-25 പടം വിട്ടാലെ പൊട്ടിപ്പോയി. ഡിക്റ്റേറ്റീവ് പടമാണോ വിജയിച്ചത്. ഇന്ന് വരെ എനിക്കൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ഞാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് കാണുന്നത് ഞാനെ പോലെ അടിപൊളി. 100 ജന്മം ജനിച്ചല്ല. ദാനിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതിലോട്ട് കൂടുതൽ വരുന്നില്ല. കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇതൊരു കോമഡി പീസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാധവന്റെ കാര്യം പറയുവാണെങ്കിലാണ്. അശ്വിന്റെ ഭാഗത്തും കുറെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അശ്വിൻ കുറെ പടത്തിന് ആവശ്യമില്ലാതൊക്കെ മോശമായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ ചിന്ന പയ്യനല്ലേ, അവൻ എന്തറിയാം. ഇപ്പം എന്തോ ഇവനൊക്കെ വെച്ച് ആര് പടം ചെയ്യുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പക്ഷെ ചേട്ടനൊക്കെ കൊള്ളാം. ഇനി ഇവന്റെ കഴിവ് തെളിയിക്കട്ടെ. ഇതിപ്പം കാണിച്ചത് ഓവറായിരുന്നു. ഇപ്പോൾ ഒരു പ്രസ് മീറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടി കാണിച്ചത്. ഓക്കെ, എന്തായാലും അത് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. ഗൈസ് ബൈ, ലവ് യു ഓൾ ഗൈസ്.